ഡോക്ടർ സുഷമ പ്രഭു, നിയമം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമുണ്ട്. നാട്ടിലിറങ്ങി നടക്കുന്ന തെരുവ് നായ്ക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ ഈ ABC കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുക, വന്ധ്യംകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത തെരുവ് നായ പ്രശ്നം ഉണ്ടായാൽ സർക്കാർ എന്തു ചെയ്യണം? ABC സർക്കാർ പറയുന്നത് ABC പ്രാവർത്തികമല്ല, അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഒരു സ്ഥലത്ത് പോലും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള ABC ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ ഒരു ഡോഗ് പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായ ഒരു ഡോഗ് പോപ്പുലേഷൻ കൗണ്ട് ഒരു ഡിസ്ട്രിക്റ്റിൽ പോലും ചെയ്തിട്ടില്ല. വേറെ ഒന്ന്, കണ്ണൂർ ഇപ്പോൾ ഇത്ര വലിയ ഡിസ്ട്രിക്റ്റിൽ പിന്നെ 1,00,000-ഓളം തെരുവുനായ്ക്കളുണ്ടാവാം. പക്ഷേ അതിനാകെ ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ. അത് എത്രയോ കിലോമീറ്റർ ദൂരം ദിവസവും പോയി പിടിക്കാൻ ചിലപ്പോൾ കിട്ടുന്നത് 5-6 നായ്ക്കളെ മാത്രമായിരിക്കും. അവരെ തിരിച്ചു കൊണ്ടുവന്ന് വന്ധ്യംകരിച്ച് 4-5 ദിവസം കഴിയുമ്പോൾ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവിടണം. അപ്പോൾ ഇത്രയും ദൂരം, ഇത്രയും വ്യാപ്തിയുള്ളൊരു സ്ഥലത്ത് ഒറ്റൊരു സെൻറ്റർ നടത്തുന്നതിൽ തീരെ അർത്ഥമില്ല. അതിൽ എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ചെറിയ ചെറിയ സെൻറ്റേഴ്സാണ് നമുക്ക് ആവശ്യം. വലിയ ഒരു സെൻറ്ററിന് പകരം ചെറിയ ചെറിയ സെൻറ്റേഴ്സാണ് നമുക്ക് ആവശ്യം. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഞാൻ കണ്ണൂരിലെ ABC മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഗതിയാണ്. കോവിഡ് സമയത്തൊക്കെ പല സമയങ്ങളിലും അവർക്ക് പൈസ കിട്ടാണ്ട്, പിന്നെ അരി സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റാണ്ട് അടുത്തുള്ള ഷോപ്പിലൊക്കെ ചെറിയ പീടികളൊക്കെ കടം പറഞ്ഞിട്ട് വാങ്ങിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഒരു പണിക്കാരും നിൽക്കില്ല എന്ത് തന്നെയാലും. ഇപ്പോൾ ഇത്രയും ജോലി ആവശ്യമുള്ളൊരു സംസ്ഥാനത്ത് ഡോഗ് ക്യാച്ചേഴ്സിനെയും കിട്ടും. ഡോഗ് ക്യാച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. അവർ നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് മിക്ക ഡോഗ് ക്യാച്ചേഴ്സും അവർ തന്നെ ഒരു പാരാവെറ്റിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അതായത് സർജറി കഴിഞ്ഞാലുള്ള ഡോഗ്സിനെ സംരക്ഷിക്കുക എന്ന കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട് അവർ. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ആളെ കിട്ടും. ശരിക്കും കൃത്യമായിട്ടുള്ള ശമ്പളം, കൃത്യമായിട്ടുള്ള താമസ സൗകര്യമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കഷ്ടം അനുഭവിക്കുന്നത് ഈ പട്ടികളെ, തെരുവ് നായ്ക്കളെ, അവരോട് ഇഷ്ടമുള്ള ആൾക്കാർ. ശരിക്കും അവരോട് ഇപ്പോൾ നായ്ക്കളോട് ഇഷ്ടം എന്ന് പറയുമ്പോൾ മനുഷ്യരോട് ഇഷ്ടമില്ലാന്ന് അർത്ഥം വരുന്നില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. ഇപ്പോൾ അടുത്തതായിട്ട് നടന്ന ചില സംഭവങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് കണ്ണൂർ പയ്യാമ്പലം ഏരിയയിൽ ഒരു പേവിഷബാധ അളിക്കുന്നതായി കുറേ ആൾക്കാരെ കടിച്ചു. അപ്പം അത് ഭാഗ്യത്തിന് ആരും മരിച്ചൊന്നുമില്ല. പക്ഷേ ആ കടിച്ച് ശരിക്കും റിംഗ് വാക്സിനേഷൻ ചെയ്യണമെന്നാണ് ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് ചെയ്തത് ഞങ്ങളാണ്. ഇപ്പോൾ എൻ്റെ സംഘടനയും ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി, ഫീഡേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു 10-40ഓളം നായ്ക്കളെ ആ ഏരിയയിൽ പിടിച്ചിട്ട് അവർക്ക് വാക്സിനേഷൻ കൊടുത്തത്. ആ ഏരിയയിൽ പിന്നെ ഒരു പേവിഷബാധ ആ സ്ഥലത്ത് ഇതുവരെയായിട്ട് ഇളകി ആ നായിൽ നിന്ന് പടർന്നൊരു പേവിഷബാധ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഈ വളരെ അടുത്തായിട്ട് തന്നെ കുറച്ച് മാസം മുമ്പ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 10-17 ആൾക്കാരോടും കടിച്ചു ഒരു തെരുവ് നായ. ആ നായ രാവിലെ 9:30 മണിക്കാണ് ആദ്യം കടിച്ചത്. അതായത് അവിടുത്തെ ഒരു സ്വീപ്പറെയാണ് കടിച്ചത്. സ്വീപ്പറിൻ്റെ ഉടുപ്പിനുള്ളിലൂടെ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ ആ സമയം മുതൽ ആ റെയിൽവേ ഡോക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതോറിറ്റീസിനെ വിളിച്ച് സംഗതി പറയുകയുണ്ടായി. എല്ലാവരും കൈമലർത്തുക ചെയ്യുന്നത്, ഞങ്ങൾക്ക് ആളില്ല, ഞങ്ങളാണോ വന്ന് പിടിക്കേണ്ടത്, നായ കടിച്ച നമ്മളെന്ത് ചെയ്യണം, ഞങ്ങൾ വന്ന് പിടിക്കണോ എന്നൊക്കെയാണ് ചോദ്യങ്ങളുണ്ടായത്. ശരിക്ക് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യണം. ഒരു ഏരിയയിലെ ഒരു നായ, പേവിഷബാധയുള്ള നായ എന്ന് വേണമെന്നില്ല, ഒരു നായ ഒരു അക്രമാസക്തമായിട്ടുണ്ട് കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം. അത് പറഞ്ഞിരിക്കുന്ന ഓൺ എ പ്രയോറിറ്റി ബേസിസ്. അതായത് ബാക്കിയെല്ലാം ഒഴിച്ചു വിട്ടിട്ട് ഒരു ഡോഗ് സ്ക്വാഡ് രൂപീകരിക്കണം എല്ലാ പഞ്ചായത്തുകളിലും. അത് ചില ഡോഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ പിടിക്കാൻ അറിയുന്ന ഒരാൾ, നായ നോക്കാൻ അറിഞ്ഞാൽ അവിടെ അടുത്തുള്ളൊരു ആനിമൽ വെൽഫെയർ ആളായാലും മതി. ഒരു ചെറിയൊരു സ്ക്വാഡ് ഫോം ചെയ്താണെങ്കിൽ ഓൺ എ പ്രയോറിറ്റി ബേസിസ് ഇങ്ങനൊരു കോൾ വന്നാൽ ബാക്കി എല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് അവിടെ ചെല്ലുക, ആ ഡോഗിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, പിടിച്ച് ഒബ്സർവേഷനിൽ വെക്കുക.
അത് സ്വാഭാവികമായി 3-4 ദിവസം കൊണ്ട് അത് ചത്തുപോകും പേവിഷബാധ ആണെങ്കിൽ. ഇനിയിപ്പം പേവിഷബാധയല്ല മറ്റുള്ള കാര്യങ്ങളാണ് അക്രമാസക്തമായതെങ്കിൽ അതിനെ ഒരു NGO ഏൽപ്പിക്കുക, എന്താ കാര്യം എന്ന് കണ്ടുപിടിക്കാൻ, എന്താ അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ. ഇതാണ് ശരിക്ക് സ്ക്വാഡ് ശരിക്ക് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൂള് വ്യക്തമായിരിക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ ഒരാളെ കടിച്ചു കഴിഞ്ഞിട്ട് ആരും അനങ്ങിയതേ ഇല്ല. ഒരു ഉച്ചയോടെയാണ് എനിക്ക് ഒരു കോള് ആ മാഡം വിളിച്ചത്. അപ്പോൾ ഞാൻ കഴിയുന്നതും എനിക്ക് പറ്റുന്നൊരു ക്യാച്ചറെ ഒരു പ്രശ്നമുള്ളത് നോക്കൂ, ഈ നിയമങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. മൃഗങ്ങൾ അക്രമാസക്തമാകുന്ന സമയത്ത് കമ്മിറ്റി രൂപീകരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതുവരെ ഇത് കാത്തു നിൽക്കില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പ്രായോഗികമായ നിയമമല്ല എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യർക്ക് അനുകൂലമായ നിയമമല്ല, മൃഗങ്ങൾക്ക് അനുകൂലമായ നിയമമാണ് എന്നുള്ളിടത്താണ് പ്രശ്നം. കമ്മിറ്റി രൂപീകരിക്കുന്നത് ഒരു കംപ്ലൈൻറ്റ് വന്നാലല്ല, അതൊരു സ്ഥിരം കമ്മിറ്റി ആയിരിക്കണം. അവിടെ ഒരു സ്ഥിരം പബ്ലിക് ഹെൽത്ത് പക്ഷെ അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ വേണമെന്നാണ് പറയുന്നത്, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളിടത്താണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ വി രാജേഷ് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ രാഷ്ട്രീയ ഓർമ്മയിൽ തന്നെ ഇത്തരം പദ്ധതികളുണ്ട്, ഇത് നടപ്പിലാക്കാനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പിലാകുന്നില്ല. ആകെ നടപ്പിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടി കടിക്കുക, മനുഷ്യൻ മരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കുന്നില്ല തുടർച്ചയായി. അത് ഇതുപോലത്തെ കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കാം, അങ്ങ് പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലല്ലോ നമ്മൾ റെഡിയാവേണ്ടത്, അതിന് മുമ്പേ തന്നെ റെഡിയാവണം. പിന്നെ വേറെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഈ എല്ലാം തന്നെ ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ നായ്ക്കളെ അടുത്തറിയുന്ന ആൾക്കാരുടെ ആവശ്യം. അവിടെ എപ്പോഴും അവരെ പഴിചാരിക്കുകയും അവിടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ ഇപ്പം ഞാൻ പറഞ്ഞു പയ്യാമ്പലത്തുണ്ടായതും ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ അന്ന് ആ നായി ഒട്ടാകെ 17 പേരെ കടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സംഘടനയും ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി വോളണ്ടിയേഴ്സും ക്യാച്ചറും എല്ലാം കൂടി ആ ഏരിയയിൽ പോയി റിംഗ് വാക്സിനേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ, ഗവൺമെൻറ്റിന് ഞങ്ങളുടെ സഹായം തേടാം, ഞങ്ങൾ സഹകരിക്കും. ഞങ്ങളെ ശത്രുക്കളായി കണക്കാക്കാണ്ട് സഹകരിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ശരി, ഞാൻ